നാടെങ്ങും കടുത്ത ചൂടാണ്. ജലക്ഷാമവും അതിലേറെ രൂക്ഷം. മിക്ക സ്ഥലങ്ങളിലും കിണറുകളിൽ വെള്ളം താഴ്ന്നു. നഗരപ്രദേശങ്ങളിലടക്കം ശുദ്ധജലത്തിന് ദൗർലഭ്യം നേരിട്ട് തുടങ്ങി ദിവസങ്ങളായി. പക്ഷേ ഇരിട്ടിയിലെ വാട്ടർ അതോറിറ്റി ഉൾപ്പെടെയുള്ളവർക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല. നഗരമധ്യത്തിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് സമീപത്തെ വ്യാപാരികൾ പറയുന്നു. ഈ വെള്ളം പാഴാകുന്നതിനെ കുറിച്ചിട്ട് ഇത് ഏകദേശം ഒരു 5-8 മാസമായി ഈ സംഭവം നടക്കുന്നു. കാരണം വെച്ചാൽ ഇതിങ്ങനെ വെള്ളം പാഴായിക്കൊണ്ട് ഒരുപാട് ജനങ്ങൾ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. കാരണം ഇവിടെ നിന്നുള്ള ചളികൾ നേരിട്ട് ഓരോ ഷോപ്പുകളിലേക്ക് വരുന്നത്. നമ്മൾ 2-3 പ്രാവശ്യം ഇവരുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇവർ ഒരു പ്രാവശ്യം ഇത് റെഡിയാക്കിയിട്ട് പോയതാണ്. റെഡിയാക്കിയിട്ട് പോയിട്ട് പിറ്റേന്ന് തന്നെ വീണ്ടും ഇത് കംപ്ലൈൻ്റ് ആയി. തീരെ ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരു സമീപനമാണ് വാട്ടർ അതോറിറ്റി നിർവഹിക്കുന്നത്. ഇത് ഏകദേശം ഒരു 5-6 മാസമായി ഇങ്ങനെ പോകുന്നു. അതിലൊരു പ്രാവശ്യം അവർ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ വീണ്ടും ക്ലിയറായിട്ട് ശരിയാക്കുന്നത് കൊണ്ടാണ് ഇത് വീണ്ടും ഇങ്ങനെ കംപ്ലൈൻറ്റ് വന്നുകൊണ്ടേയിരിക്കുന്നത്. വേനൽക്കാലത്ത് ഇങ്ങനെ വെള്ളം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ തന്നെ ഓരോ വീടുകളിലൊന്നും വെള്ളമില്ലാതെ വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സമയമാണിപ്പോൾ. പഞ്ചായത്ത് തലത്തിലൊക്കെയാണ് കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഇത് ജനങ്ങൾ വല്ലാണ്ട് ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന സമയമാണ്. കടുത്ത വേനലിൽ ജലക്ഷാമം രൂക്ഷമാവുമ്പോഴും പ്രധാനപ്പെട്ടൊരു നഗര കേന്ദ്രത്തിൽ പൈപ്പ് പൊട്ടി വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് കാണാത്ത അധികൃതർക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്.